90% കൂടുതൽ മാർക്കുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് കേരളത്തിൽ ഒരു അഡ്മിഷൻ കിട്ടിയില്ല. ഞാൻ നഴ്സിംഗ് മേഖലയിൽ 30 വർഷത്തിലേറെ ജോലി ചെയ്യുകയും അവസാനം ഒരു 15 വർഷത്തോളം നഴ്സിംഗ് കോളേജുകളിൽ പ്രിൻസിപ്പലായി സേവനം അനുഷ്ഠിക്കുകയും ചെയ്തതിന് ശേഷം റിട്ടയർ ആയതാണ്. റിട്ടയർമെൻറ്റിന് ശേഷം ഹഗ് ഇൻ്റർനാഷണൽ എന്ന ഓർഗനൈസേഷനിൽ കരിയർ മെൻറ്റർ മാസ്റ്ററി ലെവൽ 1 കോഴ്സ് പൂർത്തിയാക്കുകയും ഇപ്പോൾ കരിയർ മെൻറ്ററിങ്ങും അതിനോടനുബന്ധിച്ചുള്ള ക്ലാസ്സുകളും ഒക്കെ എടുത്തു വരും. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് എന്താണ് കാരണമെന്ന് വെച്ചാൽ BSc നഴ്സിംഗിൻ്റെ അഡ്മിഷൻസിൻ്റെ ടൈമാണ്. ഞാൻ സർവീസിലായിരുന്നപ്പോൾ തന്നെ പല പേരൻസും കുട്ടികളും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 90% കൂടുതൽ മാർക്കുണ്ടായിരുന്നു, എന്നിട്ട് എനിക്ക് കേരളത്തിൽ ഒരു അഡ്മിഷൻ കിട്ടിയില്ല എന്ന പരാതി. അപ്പോൾ അത് മിക്കവാറും നഴ്സിംഗ് അപ്ലൈ ചെയ്യുന്നതിനുള്ള അപാകത മൂലമാണ് അത് സംഭവിക്കുന്നത്. പ്രധാനമായും കേരളത്തിലെ നഴ്സിംഗ് അഡ്മിഷൻസ് നടത്തുന്നത് LBS എന്ന ഗവൺമെൻറ് ഏജൻസി വഴിയാണ്. അതിലൂടെ ആപ്ലിക്കേഷൻസ് വിളിക്കുകയും ഏജൻസി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്യുന്നു. ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളിലേക്കും ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സെൽഫ് ഫിനാൻസിങ് നഴ്സിംഗ് കോളേജിലും പിന്നെ CPAS എന്ന ഒരു സൊസൈറ്റി നടത്തുന്ന നഴ്സിംഗ് കോളേജിലും എല്ലാ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകളിലെയും 50% സീറ്റിലേക്കും ഈ LBS എന്ന ഏജൻസി വഴിയാണ് അഡ്മിഷൻസ് നടത്തുന്നത്. ഏതാണ്ട് 170ഓളം നഴ്സിംഗ് കോളേജുകൾ കേരളത്തിലുണ്ട്. അപ്പം കേരളത്തിലെ കുട്ടികൾക്ക് ആപ്ലിക്കേഷൻസ് ശരിയായ വണ്ണം കൊടുക്കുകയാണെങ്കിൽ തന്നെ കേരളത്തിൽ നഴ്സിംഗിൻ്റെ അഡ്മിഷൻ നേടാവുന്നതാണ്. LBSലെ ആപ്ലിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. നഴ്സിംഗ് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരിക്കലും മൊബൈലിൽ കൂടി ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യരുത്. ഒരു കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ആപ്ലിക്കേഷൻ എടുത്ത് അതിൽ വേണ്ടുന്ന എല്ലാ രേഖകളും, ഉദാഹരണത്തിന് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് എന്നിവ എല്ലാ രേഖകളും ഉൾപ്പെടെ അത് അപ്ലോഡ് ചെയ്യുകയും ശരിയായ രീതിയിൽ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുക. ചില കുട്ടികൾ അക്ഷയ വഴിയും മറ്റ് കമ്പ്യൂട്ടർ സെൻ്ററുകൾക്ക് വഴി ചെയ്യുമ്പോൾ പലപ്പോഴും അത് കുട്ടികൾ വെരിഫൈ ചെയ്യാതെ കൊണ്ട് അപ്ലോഡ് ചെയ്യുകയും അതിനാൽ തന്നെ ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ആവുകയും ചെയ്യും. അത് ഒരിക്കലും ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം ഒരു റാങ്ക് ലിസ്റ്റൊക്കെ ആയിക്കഴിഞ്ഞ് നമുക്ക് ഓപ്ഷൻസ് കൊടുക്കേണ്ട ഒരു ടൈമിൽ കോളേജുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും 170ഓളം കോളേജുകളുടെയും ലിസ്റ്റ് പ്രിൻ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ചോയ്സ് അനുസരിച്ച് 1, 2, 3 എന്ന ക്രമത്തിൽ, അതായത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ആദ്യം കൊടുക്കുക, അതിനുശേഷം നമുക്ക് അടുത്തുള്ള മറ്റ് നഴ്സിംഗ് കോളേജുകളും കൊടുക്കുക. നഴ്സിംഗ് കോളേജുകൾ ചൂസ് ചെയ്യുമ്പം അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിൻ്റെ ബെഡ് സ്ട്രെങ്തും എല്ലാ സ്പെഷ്യാലിറ്റിയും ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നോക്കേണ്ടത്. നിങ്ങൾ ഉറപ്പായും ഒരു ലിസ്റ്റിന് പ്രിൻ്റ് എടുത്ത് അതിൽ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ചോയ്സ് സബ്മിറ്റ് ചെയ്യുക. പിന്നീട് മറ്റ് ഏജൻസികൾ, നഴ്സിംഗ് കോളേജ് നടത്തുന്ന ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾ ഒരു അസോസിയേഷൻ ഉണ്ട്. ബാക്കി 50% സീറ്റിലേക്ക് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള കോളേജിലേക്ക് ഏതാണ്ട് 35ഓളം കോളേജുകളുണ്ട്. അത് അഡ്മിഷൻസ് നടത്തുന്നത് അവർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നാണ്. ഈ മാനേജ്മെൻറ്റുകളല്ലാതെ മറ്റു മാനേജ്മെൻറ്റുകളെല്ലാം കൂടി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് എന്ന് പറഞ്ഞ ഒരു അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ അത് ആപ്ലിക്കേഷൻസ് വിളിക്കുകയും അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വഴിയാണ് മറ്റ് പ്രൈവറ്റ് കോളേജുകളിലേക്കുള്ള ബാക്കി 50% സീറ്റിലേക്കുള്ള അഡ്മിഷൻസ് നടത്തുക. പിന്നെ CPASൻ്റെ കീഴിലുള്ള ബാക്കി 50% സീറ്റിലേക്ക് CPAS ആപ്ലിക്കേഷൻസ് വിളിക്കുകയും അവർ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുകയും ആ റാങ്ക് ലിസ്റ്റ് വഴിയാണ് അതിൻ്റെ 50% സീറ്റിലേക്ക് അഡ്മിഷൻ നടത്തുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വെബ്സൈറ്റ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ സൈറ്റ് വഴി കയറി എല്ലാത്തിലും കുറഞ്ഞത് ഈ 4 ഏജൻസിയിലും ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം കേരളത്തിലെ എല്ലാ കോളേജുകളിലേക്കും നിങ്ങൾ കൊടുക്കണം. LBSൻ്റെ ചോയ്സ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 170 കോളേജുകളിലും എനിക്ക് അടുത്തുള്ള കോളേജുകളിൽ 8, 9, 10, 15 കോളേജുകൾ മാത്രം കൊടുത്തിട്ട് ഇരിക്കാൻ പാടില്ല. മറ്റുള്ള കുട്ടികളുടെയും മാർക്ക് അനുസരിച്ച് നമ്മുടെ മെറിറ്റ് ലിസ്റ്റ് എവിടെ വരും എന്നറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് മുഴുവൻ കോളേജുകളിലും വേണമെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ ചോയ്സ് അനുസരിച്ച് LBSലെ വരുന്ന ഈ 170 കോളേജുകളിലും നമുക്ക് ആപ്ലിക്കേഷൻസ് ചോയ്സ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കൃത്യരീതിയിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് വഴി മിക്കവാറും എല്ലാ കുട്ടികൾക്കും തന്നെ തമിഴ്നാട്, കർണാടക ഇവിടേക്കൊക്കെ ആപ്ലിക്കേഷന് വേണ്ടി പരിധി നടക്കാതെ കൊണ്ട് കേരളത്തിൽ തന്നെ ഒരു അഡ്മിഷൻ കരസ്ഥമാക്കാവുന്നതാണ്.